ഇന്ന് ഇച്ചിരി നല്ല നെമ്മീൻ ചൂര കിട്ടിയിട്ടുണ്ടേ. അപ്പോൾ അത് ഞാനിതെല്ലാം പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാൻ നല്ലൊരു മീൻ കറി വയ്ക്കാനായിട്ട്. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാകണ്ട നല്ല അടിപൊളി പീസുകളാണ് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ നല്ല ചിക്കൻ പീസ് പോലെ ഇരിക്കുന്നുണ്ട് ഇത്. അങ്ങനെ അതുകൊണ്ട് നല്ല മീനാണ് കിട്ടിയത്. അപ്പം ഞാനൊരു കറി വയ്ക്കാൻ വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് ഇച്ചിരി മല്ലിയും മുളകും കൂടെ ഒരുമിച്ച് വറുത്തെടുത്തിട്ടുണ്ട്. ഉള്ളി ഉണ്ട്, തേങ്ങയുണ്ട്. ഇച്ചിരി കൂടുതൽ വയ്ക്കാമെന്ന് വിചാരിക്കുകയാണ്. മീൻ ഇച്ചിരി കൂടുതലുള്ളതുകൊണ്ട് കൂടുതൽ വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം ഈ തേങ്ങ ഒന്ന് മിക്സിയിൽ ഇട്ടിട്ട് മല്ലിയും മുളകും എല്ലാം കൂടെ ഒരുമിച്ച് ഒന്ന് അരച്ചെടുക്കാം. ഇതാ ഇങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട്. അരപ്പ് ഒന്ന് മീൻ ചട്ടിയിലോട്ടൊന്ന് ഒഴിക്കാം. എന്നിട്ട് കുറച്ച് വെള്ളമൊക്കെ കൂടെ ചേർത്തിട്ട് ഒന്ന് നല്ല ലൂസാക്കി എടുക്കാം. കാരണം മീനിന് അരപ്പ് വേണം, മീനിന് ഗ്രേവി വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ലതായിട്ട് ഇച്ചിരി വെള്ളമൊക്കെ ചേർത്ത് ഉപ്പൊക്കെ ഇട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ടിട്ടുണ്ട്, ഉലുവാപ്പൊടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് ഒന്ന് ഗ്യാസിലോട്ട് വയ്ക്കാം. അതിന് മുന്നേ കുറച്ച് കുടംപുളി കൂടെ ഇട്ടിട്ടുണ്ട്. ഒരല്പം പുളി, ചെറിയൊരു കഷ്ണം പുളി അരച്ചിരുന്നു. എന്നാലും ഒരല്പം പുളി കൂടെ ഒന്ന് കുടംപുളി കൂടെ ഇട്ടാൽ ഭയങ്കര ടേസ്റ്റാണ് ചൂര മീനിന്. അപ്പോൾ ഇതൊന്ന് ഈ ചൂര മീനിനെ ഈ അരപ്പിലോട്ട് അല്ലെങ്കിൽ ഈ കൂട്ടിലോട്ട് ഒന്നിടാം. നല്ല പീസസാണ് കിട്ടിയത് കേട്ടോ. ഇച്ചിരി കൂടുതലും ഉണ്ട്, ഏകദേശം ഒരു 3/4 കിലോയോളം അടുപ്പിച്ച് അത് കിട്ടിയായിരുന്നു. അതുകൊണ്ടാണ് നല്ലൊരു കറി വയ്ക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഗ്യാസിലോട്ടൊന്ന് വയ്ക്കാം. എന്നിട്ട് ഇതിന് 1-2 സാധനങ്ങളും കൂടെ ഇടാനുണ്ട്, അതിടാം. മാങ്ങ, പച്ചമുളക്, കറിവേപ്പില, ഇത്രയും കൂടെ. മുരിങ്ങക്കായ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഇടാം, അതും നല്ലതാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ അരിഞ്ഞ് ഒന്ന് ഇടാം. ആദ്യം ഇതൊന്ന് തിളച്ച് വരട്ടെ. മീനൊന്ന് തിളച്ച് വന്നതിന് ശേഷം ഇതെല്ലാം ഇട്ടാൽ മതി. ഇതൊന്ന് നല്ലവണ്ണം തിളക്കട്ടെ. മാങ്ങ എല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മീൻ നല്ലവണ്ണം തിളച്ചിട്ടുമുണ്ട്, തിളച്ച് വരുന്നുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഇങ്ങനെ തിള വരുന്ന ആ ഒരു കണ്ടോ, നല്ലവണ്ണം തിളച്ചിട്ടുണ്ട്. ഇനി ഇത് മീനിലോട്ടൊന്ന് തട്ടാം, മൊത്തം ഒന്ന് തട്ടി കൊടുക്കാം. കറിവേപ്പിലയും എല്ലാം കൂടെ ഒന്ന് കിടന്ന് നല്ലവണ്ണം ഒന്ന് വേവട്ടാം. തീ ലോയിലിടണം, ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് പതഞ്ഞു പൊങ്ങാൻ ചാൻസ് ഉണ്ട്. കാരണം ചട്ടി നിറച്ചിരിക്കുന്നത് കൊണ്ട് പതഞ്ഞു പൊങ്ങും. അതുകൊണ്ട് ഒന്ന് തീ ലോയിലിട്ടിട്ട് ഈ പതഞ്ഞ് വരുമ്പോൾ അല്പം ഒന്ന് ഇളക്കി കൊടുക്കാം. ചെറുതായിട്ട് മതി, ഇല്ലെങ്കിൽ അതിൻ്റെ കഷ്ണങ്ങളൊക്കെ പൊടിഞ്ഞു പോകും. മീനൊക്കെ നല്ലവണ്ണം തിളച്ച് വറ്റി വന്നിട്ടുണ്ട്. അടച്ച് വയ്ക്കുമ്പോൾ സൂക്ഷിക്കുക, എപ്പോഴും ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മൾ അടപ്പെടുത്ത് നോക്കണം, അല്ലെങ്കിൽ ഇത് പൊങ്ങി ഇങ്ങനെ കളയാൻ ചാൻസ് ഉണ്ട്. നല്ല കട്ടിയായിട്ടുള്ള മീൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ട് നമുക്ക് തറയിലോട്ടൊന്ന് ഇറക്കി വയ്ക്കാം. തറയിലല്ല, നമ്മുടെ സ്ലാബിലോട്ടൊന്ന് ഇറക്കി വയ്ക്കാം. ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി അവസാനം ഇതിന് ഒരു ചേരുവ കൂടി ചേർക്കാനുണ്ട്. അതെല്ലാവരും ചേർക്കില്ല, പക്ഷേ ഞാൻ മീൻ വയ്ക്കുമ്പോൾ ഇങ്ങനെ ഇതുകൂടെ ഞാനൊന്ന് ചേർത്തിട്ടാണ് മീൻ വയ്ക്കുന്നത്. ഇത് ജസ്റ്റ് ഒരല്പം ഒന്ന് തണുത്ത് വരട്ടെ, അതിന് ശേഷം എടുക്കാം. ഇതാണ്ടോ ഇച്ചിരി മീൻ ഒന്ന് തണുത്തൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒഴിക്കേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് വെളിച്ചെണ്ണ, ഒരല്പം വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. പച്ച വെളിച്ചെണ്ണ നോക്കിക്കൊള്ളണം. നമ്മുടെ സാധാ നല്ല വെളിച്ചെണ്ണ ഒഴിക്കണം, ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു കാറിൻ്റെ ചുവ വരും. എന്നിട്ട് ഇതങ്ങ് അടച്ച് വയ്ക്കാം. ഓക്കെ, ബൈ.